പൊതുവെ ആൾക്കാരുടെ ജനങ്ങളുടെ സംസാരമൊന്നും അത് നിങ്ങൾക്ക് നല്ലതുവണ്ണം അറിയാവുന്നതാണ്. ഒരു യൂട്യൂബ് ചാനലിൽ ആയിട്ട് കുടിക്കണമെന്നൊക്കെ പറഞ്ഞാല് അതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാനിങ്ങനെ ഏഷ്യാനെറ്റിനോട് ചോദിച്ചു, ഏഷ്യാനെറ്റിൽ ഉള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പം ഇങ്ങനെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എൻ്റെ മകളെ, അതായത് എനിക്ക് 2 കുട്ടികളെ ഉണ്ട്. എൻ്റെ മകൾക്കൊരു അടുത്ത സുഹൃത്തുക്കൾ ആരൂണെ, അങ്ങനെ കുറെ സുഹൃത്തുക്കൾ സ്കൂളിൽ പഠിച്ച സമയത്തുള്ള സുഹൃത്തുക്കൾ ഇവിടെ വരുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ ചങ്ങായിമാരെ, ഇന്നലത്തെ ബിഗ് ബോസ് സീസൺ 6 നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഒരാളും കൂടി സെക്കൻഡ് വീക്കിൽ പുറത്ത് പോയിട്ടുണ്ട്. അതേസമയത്ത് തന്നെ പ്രേക്ഷകരൊക്കെ കരുതിയ അതേ വിഷയം തന്നെ ലാലേട്ടൻ ജാസ്മിനോടും ഗബ്രിയോടും ചോദിച്ചതും റോക്കി ആ വിഷയം, അല്ലെങ്കിൽ ഇന്നലത്തെ ബിഗ് ബോസിൽ ലാലേട്ടൻ വന്ന ആ എപ്പിസോഡ് റോക്കി തൂക്കി എന്നതും സോഷ്യൽ മീഡിയ കൂടി തന്നെ നമുക്കറിയാൻ കഴിഞ്ഞതാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ജാസ്മിനെതിരെ സമൂഹത്തിൽ അഥവാ ഈ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഒരുപാട് വിഷയങ്ങളും ഒരുപാട് ആരോപണങ്ങളും വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ആദ്യത്തെ ഒരു വിഷയം ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് വാപ്പ വിളിക്കുകയും അതിനുശേഷം പുറത്തെ വിഷയങ്ങൾ അല്ലെങ്കിൽ പുറത്ത് എന്തൊക്കെയാണ് ജാസ്മിനെതിരെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുന്നത് പുറത്ത് ഏത് രീതിയിലാണ് പ്രതികൂലമാണോ അനുകൂലമാണോ എന്നതെല്ലാം വാപ്പ പറഞ്ഞു കൊടുത്തു എന്ന രീതിയിലുള്ള ആരോപണങ്ങളും പുറത്തു നിന്നും കേൾക്കാൻ കഴിയുന്നുണ്ട്. അതിനെ തുടർന്നിട്ട് തന്നെ ഇന്നലെ വിവി അഥവാ നമ്മുടെ വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്ന വിവി ജാസ്മിൻ്റെ വീട്ടിൽ പോയിട്ട് ജാസ്മിൻ്റെ പേരൻസ് വാപ്പാടെ ഉമ്മാടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നടത്തുകയുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മകളെ പോസിറ്റീവായി അഥവാ വെള്ളപൂശാൻ ശ്രമിച്ച ഒരു വാപ്പ എന്നാലും സംസാരിച്ച് വന്ന് അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അത് മകൾക്ക് വളരെയേറെ നെഗറ്റീവ് ആകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് എൻ്റെ മാത്രം തോന്നലായിരിക്കാം. എന്നിരുന്നാൽ പോലും ജാസ്മിൻ്റെ വാപ്പ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിൽ എൻ്റെ മകളെ എനിക്ക് നല്ലോണം അറിയാം. അവളത് ഗെയിം സ്പിരിറ്റിൽ എടുത്തതാണ്. പക്ഷെ അത് ജനങ്ങൾ എല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. തെറ്റായിട്ട് തന്നെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കും. ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അത് ജനങ്ങൾ പറയുന്നതിനകത്ത് ഞാൻ തെറ്റ് പറയുന്നില്ല. എനിക്കും തോന്നിയിട്ടുണ്ട് ഇതായിട്ടാണ് എനിക്കും തോന്നിയത്. തെറ്റാണെന്ന് എനിക്ക് തോന്നി. അതില് ഞാൻ ജനങ്ങളെയോ അല്ലെങ്കിൽ ആരെയും കുറ്റം പറയുന്നില്ല. എനിക്ക് തോന്നുമ്പോ പിന്നെ ജനങ്ങൾക്ക് തോന്നാതിരിക്കില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ മകളെ ചോദിച്ചറിയാം. അവളൊരു ഗെയിം സ്പിരിറ്റ് ആയിട്ടാണ് ഇതെല്ലാം എടുത്തേക്കുന്നത്. അവൾ ഈ കൊച്ചിനെ മുതലേ അവൾക്ക് ഈ ആൺ സുഹൃത്തുക്കൾ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഈ ദേഹത്ത് അടിച്ചും പിടിച്ചും അത് നമ്മളത്ര കാര്യമാക്കി എടുക്കാറില്ല. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൊച്ചുനാൾ തൊട്ടേ ആൺ സുഹൃത്തുക്കളാണ് എനിക്ക് പകുതി. അതെ. അവൾക്ക് ഇവരിലുണ്ടാവുന്ന പെൺകുട്ടികളെ ഉണ്ട് സുഹൃത്തുക്കളായിട്ട്. പിന്നെ ആൺ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പേരുണ്ട്. എനിക്കറിയാവുന്നതാണ്, നമ്മുടെ വീട്ടിൽ വരുന്നതാണ്, ഇവിടെ വന്ന് സഹകരിക്കുന്നതാണ്. എനിക്ക് നല്ലോണം അറിയാം. ആദ്യമൊക്കെ ഞാൻ ഈ പിന്നെ അതാണ് ഇതാണെന്നൊക്കെ പറയുമെങ്കിൽ പിന്നെ എൻ്റെ മകള് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, വാപ്പ ഞാൻ അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകുന്ന ഒരാളല്ല. അതെനിക്ക് നല്ലോണം അറിയാം. നല്ലോണം എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ആ ഒരു ഗെയിമില് അവളൊരു ഗെയിം സ്പിരിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഓഡിയൻസ് നല്ലതുപോലെ എടുക്കും എന്നുള്ള ഈ ആദ്യം തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പം കാണുന്നത് മകൾ ചെയ്യുന്നത് ശരിയായിട്ട് തോന്നുന്നുണ്ടാകില്ല, തെറ്റാണ്. എന്നാൽ തെറ്റ് തന്നെയാണ് എന്ന് പറയുന്നത്. പ്രേക്ഷകർ തെറ്റാണെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം സ്വന്തം മാപ്പാക്ക് പോലും മകൾ കാണിക്കുന്നത് തെറ്റായിട്ട് തോന്നുന്നു എന്നത് ഇതേ ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഈ വിഷയം അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഡയലോഗ് ഒന്ന് ഓർത്ത് വെച്ചോണം. അത് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അവസാനം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം ആദ്യം പറഞ്ഞൊന്ന് അവസാനം പറയുന്ന മറ്റൊന്ന്. അതിനു മുമ്പ് അതിനിടയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് കേട്ടോക്കാം. ഇപ്പോൾ പറഞ്ഞ ഈ ഡയലോഗ് ഒന്ന് ഓർത്ത് വെക്കുക. പൊതുവെ ആൾക്കാരുടെ ജനങ്ങളുടെ സംസാരമൊന്നും അത് നിങ്ങൾക്ക് നല്ലതുവണ്ണം അറിയാവുന്നതാണ്. ഒരു യൂട്യൂബ് ചാനലില് ഓരോ യൂട്യൂബ് ചാനലിലും അതിന്റെ പിന്നെ ഇതിടുന്ന കമന്റ് നിങ്ങൾ കമന്റ് ബോക്സ് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. അത് ജനങ്ങളായിട്ട് ഇടുന്നതല്ല. ഓരോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആ ഫേക്ക് അക്കൗണ്ടിൽ തന്നെ പല യൂട്യൂബ് ചാനലിലും ഇതേ ഡയലോഗുകൾ പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കണ്ടിട്ടുള്ളതുമാണ്, ഞാൻ ശ്രദ്ധിക്കുന്നതുമാണ്. അത് ചുമ്മാ ഓരോരുത്തരെ അത് മനുഷ്യനെ വെറും ഇതാക്കാൻ വേണ്ടി ഓരോ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഇതിനകത്ത് പറയുന്നത്. ഇതില് എൻ്റെ മകൾക്ക് നെഗറ്റീവ് കമന്റ് വരുന്നില്ല എന്നല്ല, വരുന്നുണ്ട്. അതിൽ 160% ഈ ഫേക്ക് അക്കൗണ്ടാണ്. 40% ആൾക്കാർ അക്കൗണ്ട് കമന്റ് ഉണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ജനങ്ങൾക്കും ഇഷ്ടം, ഫാദറായ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്.
ഇത് ഓവർ സ്മാർട്ടാണ് അല്ലെങ്കിൽ ഓവറാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് തോന്നും ഇത് എൻ്റെ മകൾ ഒരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ അതിൽ തെറ്റ് തന്നെയാണെന്ന് ഞാൻ തുറന്നു പറയും. ജനങ്ങൾ എല്ലാവരും ഒരേ ചിന്താഗതിയല്ല. എല്ലാ ജനങ്ങളും ഓരോന്നും അക്സെപ്റ്റ് ചെയ്യുന്നവരല്ല. പല ചിന്താഗതിക്കാരുണ്ട്. ഇതെല്ലാം നമ്മൾ ഇപ്പൊ എൻ്റെ മകളാണെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ശരിയെന്ന് ഞാൻ പറയത്തില്ല. തെറ്റെന്ന് തന്നെ ഞാൻ പറയും. എന്ന് വിചാരിച്ച് ഒരു കുട്ടിയുടെ പേരിൽ ഇത്രയും ഒന്ന് കാര്യം ശരിയാണ്. ഒരു കല്യാണമൊന്നും കഴിയാതെ 10-25 വയസ്സുള്ള ഒരു കുട്ടിയുടെ പേരിൽ ഇത്രത്തോളം ആരോപണങ്ങളും ഇത്രത്തോളം വിഷയങ്ങളൊക്കെ വരുന്ന ഏത് മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയില്ല. എന്നാൽ അതേ പിതാവ് തന്നെ പറയുന്നുണ്ട് എനിക്ക് തന്നെ തെറ്റായി തോന്നുന്ന കാര്യങ്ങൾ പ്രേക്ഷകർ പിന്നെ ശരിയാണെന്ന് വിചാരിക്കില്ല, പ്രേക്ഷകർക്കും തെറ്റായി തോന്നുള്ളൂ. അതേസമയത്ത് തന്നെ പറയുന്ന മറ്റൊരു വിഷയമാണ് ഈ കമൻറ്റുകൾ വരുന്നത്. കമൻറ്റുകൾ വരുന്നത് 60% ഫേക്ക് അക്കൗണ്ടിൽ നിന്നും വരുന്ന കമൻറ്റാണെന്നാണ്. സ്വന്തം വാപ്പാക്ക് തന്നെ മകൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കും തെറ്റാണെന്ന് തോന്നുന്നുണ്ടാവും. ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്ന സാധാരണക്കാരാണ്. ഈ പറയുന്ന വാപ്പാടെ പോലെയും ഉമ്മയുടെ പോലെയുമുള്ള മറ്റുള്ള കുടുംബത്തിലുള്ള ആൾക്കാരാണ് ഈ ബിഗ് ബോസ് കാണുന്നത്. അതിൽ ഈ മകളതിനുള്ളിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും തോന്നുന്ന ഫീലിങ്സ് അതിൽ പലരും അവരുടെ അഭിപ്രായങ്ങൾ അതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നു. അതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഫേക്ക് ആണെന്നുള്ളത്? പിന്നെ ഈ പറയുന്ന പോലെ ഫേക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ ആ പ്രോഗ്രാം കാണാതെ ഈ ജാസ്മിനോടുള്ള വൈരാഗ്യമുള്ളവർ ഇടുന്ന കമൻറ്റുകൾ അതേതാണ് ഇത് പുറത്ത് അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൻ്റെ അകത്തല്ലാതെ മറ്റു ചില വിഷയങ്ങൾ തൻ്റെ മകൾ ഈ സോഷ്യൽ മീഡിയയിൽ മകൾ കാണിച്ചു കൂട്ടിയിരുന്ന് കണ്ടിട്ട് ചിലർ വന്നിട്ട് ചിലപ്പോൾ ആ വൈരാഗ്യം അല്ലെങ്കിൽ ആ ദേഷ്യം വെച്ചിട്ടും ചിലപ്പോൾ കമൻറ്റ് ഇടണം. അത് കൂടിക്കാനായാലും ഒരു 10-15% ഉണ്ടാവും. ബാക്കിയുള്ളതൊക്കെ ജെനുവനാണ്. ഒന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്നവർ മാത്രമേ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുള്ളൂ. അല്ലാതെ ഈ കമൻറ്റ് കണ്ടിട്ട് തൻ്റെ മകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി അത്രത്തോളം തൻ്റെ മകൾ അത്രയും വലിയൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, 1 മില്യന് മേലെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ടെങ്കിൽ പോലും ജാസ്മിൻ എന്താണ് എന്നത് ആ പ്രോഗ്രാം കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അത്രയേ ഉള്ളൂ. അത്രയുള്ളൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇതുപോലെയുള്ള കമൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഫേക്ക് അക്കൗണ്ടൊക്കെ ഒരാൾ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അത് 1-2 വീക്കായിട്ടുള്ളൂ. ആൾ അത്രത്തോളം കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായി കാണിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന കുറച്ച് പൈങ്കിളി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ കെട്ടിപ്പിടിക്കൽ ഉമ്മ വെക്കൽ അങ്ങനത്തെ ഒരു പരിപാടികൾ. അതിൽ ഒരാളോട് വൈരാഗ്യം തോന്നാനും മാത്രമുള്ളൊന്നും അതിൽ ജാസ്മിൻ ചെയ്തിട്ടില്ല. പകരം മോശം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പം ഈ പറയുന്ന റോക്കിലെ ഫാൻസ് വന്നിട്ട് ജാസ്മിനെതിരെയും അതേപോലെ തന്നെ ഷിജുവിൻ്റെ ഫാൻസ് വന്നിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫാൻസ് വന്നിട്ട് ഈ പറയുന്ന ജാസ്മിനെതിരെ സംസാരിക്കാനും മാത്രമുള്ള സമയം ആയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഫേക്ക് അക്കൗണ്ടാണ്, തൻ്റെ മകളെ ടാർഗറ്റ് ചെയ്യാനാണ്, 60% ഫേക്ക് അക്കൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്തെങ്കിലും ലോജിക്ക് വേണം എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാനിങ്ങനെ ഏഷ്യാനെറ്റിനോട് ചോദിച്ചു, ഏഷ്യാനെറ്റിലുള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പം ഇങ്ങനെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എൻ്റെ മകളെ. അതായത് എനിക്ക് 2 കുട്ടികളെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ എങ്ങനെയാണ് വളർത്തിയതും പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് സാമ്പത്തികമായി പിന്നോട്ട് പോയി എന്ന് വിചാരിച്ച് എൻ്റെ പാപ്പാടെ ഉമ്മാടെ സ്നേഹം ഇല്ലായിരിക്കോ പിന്നെ അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നുമില്ല. എനിക്ക് എൻ്റെ മകളോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞു. എനിക്ക് 2 മിനിറ്റ് സമയം തന്നു, നിങ്ങളുടെ മകളുമായിട്ട് സംസാരിക്കാം. അത് നമ്മൾ പിന്നെ അതെ സീക്രട്ടായിട്ടോ അല്ലെങ്കിൽ സീക്രട്ടിൽ സംസാരിക്കാനൊന്നുമല്ല, അവരുടെ ആ റൂമിൽ വെച്ച് തന്നെ സമയം തന്നേക്കുന്നത്. റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പിന്നെ മോളെ എനിക്ക് ഇതേക്ക് ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥത വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ വെള്ളിയാഴ്ച ആയിരുന്നു തന്നെ, വെള്ളിയാഴ്ച ആവട്ടെ, വെള്ളിയാഴ്ച പോകുമ്പോൾ അറിയാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല. മോള് നല്ലോണം ഗെയിം കളിക്കണം. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, നല്ലോണം ഗെയിം കളിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ള കാരണം. ഒരു ബ്ലോക്ക് നിൽക്കുന്നോണ്ടാണ് പെട്ടെന്ന് വരാനുള്ള കാരണം. പിന്നെ എൻ്റെ മകൾക്ക് ചിന്ത ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഇനി മകൾ ഇങ്ങനെ കളിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ടാണോ ഉപ്പായ്ക്ക് ഇങ്ങനെ വന്നത് അല്ലെ വാപ്പായ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് തന്നെ ഇതൊരു ലോജിക്ക് പറയിക്ക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു മകൾ വിളിച്ചിട്ട് വാപ്പ പറയണത് നല്ല രീതിയിൽ കളിക്കുക എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ വാപ്പയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പോൾ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഓപ്പറേഷൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വാപ്പ വിളിച്ചു പറയുമ്പോൾ തന്നെ ജാസ്മിൻ അറിയാം വാപ്പയ്ക്ക് നേരത്തെ ഈ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായി, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ്. അപ്പോൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റൊരു ഇതിനും കൂടി ബ്ലോക്കുള്ള ഒരു വ്യക്തിയാണ്. 3 ബ്ലോക്ക് എന്തോ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ മകളോട് ഇപ്പോൾ വാപ്പ വിളിച്ച് പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുമ്പോൾ വേറെ ചിന്തിക്കൊന്നുമില്ല. കാരണം വാപ്പയ്ക്ക് ഓൾറെഡി വയ്യാത്തൊരു വാപ്പയാണ്. അപ്പോൾ വീണ്ടും
വിഷമവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നു. അതിൽ വാപ്പ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് വാപ്പ പറയുന്നുണ്ട്, ഇത് നന്നായി കളിക്കണോട്ടാണ്. അപ്പോൾ നന്നായി കളിക്കണം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു മകളും ഞാനിവിടെ മോശമായി കാണിക്കുന്നത് കണ്ടിട്ട് വാപ്പ നന്നായി കളിക്കാൻ പറയില്ലല്ലോ. പകരം അവിടെ ഒന്നുകിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ മാനസികമായിട്ട് വിഷമം ചോദിക്കണ്ടാവും, എന്താണ് ഇത്ര മാനസികമായി വിഷമം ചോദിക്കുമ്പോൾ, ഇല്ല പുറത്ത് നിന്നെക്കുറിച്ച് കേൾക്കുന്നതൊന്നും ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ പോലും മകൾക്ക് ചിന്തിക്കാം, ഓക്കെ ഞാനിവിടെ കാണിക്കുന്നതൊക്കെ നെഗറ്റീവായിട്ട് പുറത്ത് പോകുന്നുണ്ട്. അതല്ലാതെ ഇങ്ങനെയൊന്നും പറയാത്ത വാപ്പ അമ്മോട് നന്നായി കളിക്കും, വാപ്പക്ക് ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ട്, ഓപ്പറേഷൻ ഉണ്ടാവും വെള്ളിയാഴ്ച ചിലപ്പോൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മകൾ ഇങ്ങനെ ഇത്രത്തോളം കടന്ന് ചിന്തിക്കും എന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. മറ്റൊന്നെന്ന് വെച്ചാൽ ഈ വാപ്പാക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞ മകള് അവിടെ തെളിയിക്കാൻ ശ്രമിച്ചിരുന്നത്, അല്ലെങ്കിൽ അവിടെ മറ്റുള്ള ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ളവരോടാവട്ടെ അല്ലെങ്കിൽ പുറത്തുള്ള ക്യാമറയിൽ നോക്കിയിട്ട് പബ്ലിക്കിനോടാണെങ്കിൽ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനും ഗബ്രിയും തമ്മിലൊന്നുമില്ല, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ ഫ്രണ്ടാണ്, ഞാൻ മറ്റൊരു വ്യക്തിയായിട്ട് കമ്മിറ്റഡാണ് എന്നല്ലാതെ ഒരു തവണ പോലും എൻ്റെ വാപ്പയ്ക്ക് എങ്ങനെയുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞോ, ഇതൊന്നും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അവസാനം ഈ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നിട്ട് വാപ്പായ്ക്ക് കുഴപ്പമൊന്നുമില്ലട്ട എന്ന് പറഞ്ഞതല്ലാതെ ജാസ്മിൻ അവിടെ ഒരു ക്യാമറയെ നോക്കിയിട്ട് തൻ്റെ വാപ്പായ്ക്ക് എങ്ങനെയുണ്ട് എന്നൊന്നും ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. കുടിക്കണമെന്നൊക്കെ പറഞ്ഞാല് അതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അത് എൻ്റെ മകൾക്ക് നെഗറ്റീവ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങത്തില്ല. എനിക്ക് സുഖമില്ലാതെ ഞാൻ ആ വീട്ടിൽ കിടക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അറേബ്യൻ ബേക്കറിയുടെ അവിടെ വെച്ച് ജാസ്മിൻ ജാഫറിന്റെ വാപ്പ മൂത്രമൊഴിക്കുന്നത് കണ്ടായിരുന്നു. മൂത്രം പോയോ അതോ ഇല്ലയോ അത് സീക്രട്ടാണ്, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പടച്ചു വിടുന്നത് വ്യൂസിന് വേണ്ടിയാണ്. ഓരോരുത്തരെ വണ്ടിക്കകത്ത് സീക്രട്ടായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമുക്കും പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ മകള് കോടാനകോടി ജനങ്ങൾ കാണുന്ന ഷോയിലല്ല ഇതൊക്കെ കാണിക്കുന്നത്. തെറ്റൊന്ന് ചൂണ്ടി കാണിച്ചോട്ടെ, അല്ലാതെ സീക്രട്ടായിട്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നുമില്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ മകൾ തിരിച്ചു വന്നാൽ എൻ്റെ മകളെ പൊന്നെ പോലെ ഏറ്റെടുക്കാനും ഞാനുണ്ട്. അതായത് ഈ കയറിയിരുന്ന് ഓരോ യൂട്യൂബ് ചാനലിലും വ്യൂസ് കിട്ടാൻ വേണ്ടി കയറിയിരുന്ന് ഓരോ ഡയലോഗ് അടിക്കുന്ന ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, ഇവരൊക്കെ എൻ്റെ മകളോട് നല്ല സൗഹൃദത്തിലുള്ളവരുമായിരുന്നു, എനിക്ക് നല്ലോണം അറിയാവുന്നവർ. ഒരു വാക്ക് കിട്ടിയപ്പം എൻ്റെ മകളുടെ ഫോട്ടോ വെച്ച് വ്യൂസിന് വേണ്ടി കാണിക്കുന്ന പണികളാണ്, അല്ലാതെ ഇതിലൊരു സീക്രട്ടും ഇല്ല കേട്ടോ. ഇതിൽ ജാസ്മിൻ്റെ വാപ്പ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൽ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം ഈ ജാസ്മിൻ്റെ വാപ്പ പുറത്ത് നിന്നിട്ട് ലൈം ജ്യൂസ് ഏതോ ആ വീടിൻ്റെ അടുത്തുള്ള ഏത് ബേക്കറി നിന്നിട്ട് ജ്യൂസ് കുടിക്കുന്നു എന്നതിൻ്റെ ഒരു വോയിസ് സീക്രട്ട് ഏജൻറ്റിന് ആരോ ഇട്ട് കൊടുത്ത് സീക്രട്ട് എൻ്റെ ചാനലിൽ കൂടി പറയുകയൊക്കെ ചെയ്തിരുന്നു. അതെന്നാണ് ഈ ജാസ്മിനെ വിളിച്ച അന്ന് തന്നെ വന്ന വീഡിയോസ്, അല്ലെങ്കിൽ അന്ന് തന്നെയാണ് ഇങ്ങനെ ഈ പറഞ്ഞ വ്യക്തിയെ കണ്ടു എന്ന് പറയുന്നത്. ഒന്ന് ഈ ബിഗ് ബോസിലേക്ക് ഈ ഇദ്ദേഹം വിളിക്കുന്ന സമയത്ത് തന്നെ ആ ബിഗ് ബോസിലുള്ളവർ തന്നെ ഈ ജാസ്മിൻ ഇത് അറിയിക്കാമെന്ന് പറയുകയും, എന്നാൽ ക്രിട്ടിക്കലാവുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അത്രത്തോളം സീരിയസ് ആവുന്ന വിഷയങ്ങളാകുമ്പോൾ മാത്രം ഈ വാപ്പാക്ക് ഇങ്ങനത്തെ ഒരു അവസരം കൊടുക്കുന്നത്. കാരണം പുറത്ത് മകളെ വിളിക്കാൻ വേണ്ടി ഇതിനു മുമ്പത്തെ സീസണുകൾ നോക്കിയാൽ മതി, ഓരോരുത്തരുടെ ഫാമിലിയിലുള്ള മരണപ്പെട്ടിട്ടും അല്ലെങ്കിൽ അതിൻ്റെ വലിയ വിഷയങ്ങളൊക്കെ വന്നിട്ടും അത് ഒരു മാനസിക പരിഗണന ഇല്ലാതെ ബിഗ് ബോസിൽ കൂടി അറിയിച്ചവരും അത് ഷോയിലിട്ട് കാസ്റ്റ് ചെയ്ത ആൾക്കാരും തന്നെയാണ് ബിഗ് ബോസ്. എന്നിട്ട് സ്വന്തം വാപ്പാക്ക് ഇത് വിളിച്ച് പറയുമ്പോൾ മാത്രം ക്രിട്ടിക്കലാണ്. ഇനി മകളോട് ഇനി അടുത്ത തവണ അല്ലെങ്കിൽ ഇനി ഈ ഓപ്പറേഷന് പോയതിന് ശേഷം ഇനി സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം ക്രിട്ടിക്കലായതുകൊണ്ട് മാത്രം ഒക്കെയാണ് എന്ന ലെവലിലാണല്ലോ ബിഗ് ബോസ് സംസാരിക്കാനുള്ളൊരു അവസരം കൊടുത്തത്. അത്രത്തോളം സീരിയസ് ആയി കിടക്കുന്ന ഒരു വാപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഇനി നാളെ തനിക്ക് തൻ്റെ മകളോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത സിറ്റുവേഷനിൽ തൻ്റെ മകളെ വിളിച്ച് ബിഗ് ബോസിലൂടെ സംസാരിക്കുന്നത് കേൾക്കുന്ന സാധാരണക്കാരൻ ഇതാണ്. തൊട്ടപ്പുറത്തെ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ വാപ്പ അപ്പുറത്ത് നിന്ന് ലൈം ജ്യൂസ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ ആർക്കാരും ഒരു സംശയം തോന്നും ഇതൊക്കെ ഒരു ഗെയിമാണ്. അല്ലെങ്കിൽ മകൾ പറഞ്ഞിട്ടുണ്ടാവും, വാപ്പ എൻ്റെ അതിനുള്ളിൽ കാണിക്കുന്നതും കൂട്ടുന്നൊക്കെ വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവൊക്കെ ആകുകയാണെങ്കിൽ അതിനൊരു സിഗ്നലായിട്ട് വാപ്പ എന്തെങ്കിലും കാണിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന എനിക്ക് തരണോട്ടാണ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും വാപ്പ ഇത്രത്തോളം ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനെ അറിയിക്കുകയും ബിഗ് ബോസ് അവസാനം വാപ്പാക്ക് അങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുകയും വാപ്പ ഇത് മകൾക്ക് പറയാതെ പറയുകയും ചെയ്തത്. കാരണം ഇന്നലെ ബിഗ് ബോസ് വന്നിട്ട് ബിഗ് ബോസ് കുറേ ന്യായീകരണം പറയേണ്ടായിരുന്നു. ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഈ പ്രോഗ്രാം എന്താണ് മാനസിക പരിഗണന വെച്ചാണ് അങ്ങനത്തെ ഒരു അവസരം കൊടുത്തത്. കഴിഞ്ഞ സീസണിലൊന്നും ഇങ്ങനത്തെ ഒരു വലിയ മാനസിക പരിഗണനയൊന്നും ആരും കൊടുത്തതായിട്ട് കാണുന്നൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തവണ അല്ലെങ്കിൽ ഈ തവണ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടത് ഈ ജാസ്മിൻ്റെ വിഷയവും. ഇനി അതുമാത്രമല്ല ഈ പറയുന്ന പ്രേക്ഷകരെ ഞാൻ പറഞ്ഞില്ല, ആദ്യം ഈ കേട്ട ഒരു വോയിസ് അല്ലെങ്കിൽ ആദ്യം കേട്ട ക്ലിപ്പ് ഒന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞതിന് കാരണം കൂടി നമുക്കൊന്ന് കേട്ടോ. എൻ്റെ മകൾക്കൊരു അടുത്ത സുഹൃത്തുക്കൾ ആരുണെ, അങ്ങനെ കുറെ സുഹൃത്തുക്കൾ സ്കൂളിൽ പഠിച്ച സമയത്തുള്ള സുഹൃത്തുക്കൾ ഇവിടെ വരുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുമ്പോൾ കുട്ടികൾ തന്നെ എന്നോട് പറയുന്നുണ്ട്, അത്ത അവിടെ ഞങ്ങളോടല്ല ഇങ്ങനെ തന്നെ നല്ല സുഹൃത്തുക്കളാണ്.
അല്ല ഇപ്പൊ ഈ പൊതുവെ ഒരു ഇന്റർവ്യൂല് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഭയങ്കര ആഗ്രഹം എനിക്ക് അത്തയുടെ തോളേക്കായിട്ട് ഞാൻ എന്റെ മകളെയും മകനെയും വൈഫിനെയൊക്കെ നല്ലോണം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ എനിക്ക് പുറത്ത് ഞാൻ സ്നേഹം എങ്ങനെയാണ് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചു അത് തന്നെ പറയാൻ വരുന്നത് നിലവിലെ എനിക്ക്. പക്ഷെ എന്ന് വിചാരിച്ചു എന്റെ കുഞ്ഞുങ്ങൾക്കോ എന്റെ വൈഫിനോ എന്റെ കുടുംബത്തിനോ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വിഷമം വരും, അത് സ്വാഭാവികമാണ്. പക്ഷെ ഞാനത് പുറത്ത് കാണിക്കില്ല. അല്ല അത് തന്നെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന കാര്യം, ഈ ഒരു ഇന്റർവ്യൂല് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വാപ്പയുടെ തോളൊക്കെയായിട്ട് ഞാൻ നിൽക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എന്റെ വാപ്പ പൊതുവെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അത്രയും ഒരു സ്ട്രിക്റ്റ് ഉള്ള ഒരു ആള് എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുമോ, ഇനി അഥവാ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാണോ എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവർക്കും ഉള്ളത്. ഞാൻ എന്റെ മകളെ ഒരു തെറ്റ് കണ്ട പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കും. മനസ്സിലായി? ദേഷ്യപ്പെട്ട് സംസാരിക്കുമെങ്കിൽ അവൾക്ക് തന്നെ അറിയാം കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് തണുക്കുമെന്നുള്ള കാര്യം. അവളെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം, നല്ലതുപോലെ എനിക്ക് അവളെ കുറിച്ച് അറിയാവുന്നൊരു, എനിക്ക് എന്റെ മകളെ കുറിച്ച് നല്ലതുപോലെ അറിയാം അവൾ ചെയ്യുന്ന. പക്ഷെ അവളുടെ മനസ്സിലൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ലവ് കോംബോ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്ത എന്റെ മകളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് എല്ലാ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. ഇല്ലല്ലോ, ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഇവിടുന്നേ പറഞ്ഞു വിട്ടതാണ്, ഒരു കരച്ചില് ഈ കരയരുത്, ലവ് കോംബോ പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ്. അവിടെ ചെന്നപ്പോൾ അവളുടെ ആ ഒരു മൈൻഡ് ഏത് രീതിയിൽ, അവള് നല്ല ഗെയിമറാണ്, അവള് തന്ത്രശാലിയാണ്. പക്ഷേ ശരിയാണ്, മകള് നല്ലൊരു ഗെയിമറാണെന്ന് വാപ്പ പറയുന്നത്. മകളെ നല്ല രീതിയിൽ വാപ്പാക്ക് അറിയാമെന്നും വാപ്പാക്ക് മകളെ നല്ല രീതിയിൽ അറിയാമെന്നും ഇവർ രണ്ടുപേരും ആവർത്തി ഈ പ്രോഗ്രാമിലും പറയുന്നുണ്ട്, ഈ ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്. ആ വാപ്പ തന്നെയാണ് പറയുന്നത് ഈ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഈ ബിഗ് ബോസിലേക്ക് മകൾ പോകുന്നിട്ട് മകളോട് പറഞ്ഞത് ലവ് കോംബോ പിടിക്കരുതെന്നുള്ളത്. മനസ്സിലായില്ലേ? മകളെ നന്നായി അറിയാവുന്ന വാപ്പയാണ് മകളോട് ഉപദേശിക്കുന്നത് അങ്ങനെ പിടിക്കരുതെന്ന് ഉപദേശിക്കണമെങ്കിൽ അങ്ങനെ മകൾ പിടിക്കും എന്ന് വാപ്പാക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും. മറ്റൊന്ന് ഈ കൂട്ടുകാരുടെ അടുത്ത് കെട്ടിപ്പിടിക്കലും കടിക്കലൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അത് വീടിനകത്താണ്, നിങ്ങളുടെ ഫാമിലിക്കുള്ളിലാണ്. ഇത് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമിൽ പബ്ലിക്കായിട്ടാണ് കെട്ടിപ്പിടിക്കുകയും കടിക്കല ചെയ്യുന്നത്, കിസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, അതെങ്ങനെ ന്യായീകരിക്കും വാപ്പ? ഇപ്പം വാപ്പ തന്നെ പറയുന്നുണ്ട് മകൾ ചെയ്യുന്നത് തെറ്റാണെന്ന് വാപ്പാക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർ പറയുന്നതിൽ ഞാൻ തെറ്റ് പറയുന്നില്ലെന്ന്. ഈ പ്രേക്ഷകരിൽ പെടുന്നവർ തന്നെയാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്. ഞാനടക്കം ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാം കാണുന്നു, ഞങ്ങൾക്ക് ഈ പറയാനൊരു അവസരമുണ്ട് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ കൂടി പറയുന്നു, മറ്റുള്ളവർ കമൻ്റായിട്ട് പറയുന്നു. ഈ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്നതാണ്, ഈ പ്രേക്ഷകർ പറയുന്ന വ്യൂസിന് വേണ്ടിയാണ്. ബാക്കി ഉള്ളവർ മനസ്സിൽ വെക്കുന്നവർ മാത്രം സാധാരണക്കാർ അല്ലെങ്കിൽ മനസ്സിൽ വെക്കുന്നവർ മാത്രം ശരി. അങ്ങനെയാണോ വാപ്പയുടെ അഭിപ്രായം? അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് കണ്ടിട്ട് ശരിയല്ല എന്ന് തോന്നുന്നവർ ശരിയല്ല എന്ന് പറയും, ഇത് പറയാൻ പ്ലാറ്റ്ഫോം ഉള്ളവർ ആ പ്ലാറ്റ്ഫോമിൽ കൂടി പറയും, അല്ലാത്തവർ കമൻ്റായിട്ട് പറയും, മറ്റുള്ളവർ മനസ്സിൽ വെക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. ചിലർ പിന്നെ ഇത് കാണേണ്ട എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഇങ്ങനത്തെ ഉള്ള പരിപാടികൾ കാണുമ്പോൾ അവർ ചിലപ്പോൾ ചാനൽ മാറ്റി ബാക്കിയുള്ള സീരിയലിൽ പോകും. കാരണം സീരിയൽ ഇതിനേക്കാളും ബെറ്ററാണ്. ജാസ്മിൻ്റെ പോലെ ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിലുണ്ട്, അവരൊക്കെ ഇതേപോലെ കോംബോ കാണിച്ച് അല്ലെങ്കിൽ ഇതേപോലെ അലമ്പ് കാണിച്ച് നടക്കുന്നുണ്ടോ? ജാസ്മിൻ്റെ ഈ പറയുന്ന ഇന്നലത്തെ തന്നെ നോക്കിയാൽ മതി. ഇന്നലെ അതിലുള്ള 17 പേരുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 17 പേരിൽ ജാസ്മിനും ഗബ്രീനും ഒഴികെ ബാക്കി എല്ലാവരും ഇവർക്കെതിരെയാണ് സംസാരിച്ചത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അല്ലാതെ ഏതെങ്കിലും ഒരാൾ ഇവരെ സപ്പോർട്ട്, ഇവർ രണ്ടുപേരും അല്ല, ഗബ്രിയും ജാസ്മിനും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ വേറെ ഒരാൾ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇവരൊക്കെ കോംബോ കണ്ടിട്ട് ഇത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്, തെറ്റായ ഒരു ബന്ധമല്ലെന്നോ തെറ്റായ മറ്റൊരാൾക്ക് ചിന്തിക്കുകയോ ഇല്ലെന്നോ ഇതിലാരെങ്കിലും പറഞ്ഞു ഇല്ല. അതിലുള്ള 17 പേര് പറയുന്ന പോലെ തന്നെ ഇതിന് പുറത്തുള്ള ഈ പറയുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് തോന്നുന്നത് സ്വന്തം വാപ്പാക്ക് പോലും മകൾ കാണിക്കുന്നത് തെറ്റാണ് തോന്നി വാപ്പ തന്നെ ഈ മകളെ എതിർത്തും മകൾ ചെയ്യുന്നത് തെറ്റാണെന്ന് വാപ്പ തന്നെ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത്. അപ്പം പ്രേക്ഷകർ പറയുന്നത് കാണുമ്പോൾ അത് ഉൾക്കൊള്ളുക, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും മകൾ വരുമ്പോൾ ഇനിയെങ്കിലും ഉപദേശിക്കാൻ നോക്കാം. ഇപ്പം വാപ്പ തന്നെ പറയുന്നുണ്ട് കണ്ടന്റിന് വേണ്ടി മകൾ ഒപ്പിക്കുന്നതാണ്. ആ പ്രോഗ്രാം ഒരു ജെനുവനായ പ്രോഗ്രാമാണ്. നമ്മളെന്താണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പ്രോഗ്രാമാണ്, നമ്മളിലുള്ള കുറവുകൾ നികത്താനുള്ള പ്രോഗ്രാമാണ്, നമ്മളിലുള്ള തെറ്റായ സ്വഭാവം തെറ്റായ പ്രവർത്തികൾ തിരുത്താനുള്ള ഒരു പ്രോഗ്രാമാണ്. ആ രീതിയിലാണ് ബിഗ് ബോസ് ഇറക്കുന്നത്. ഇതിൽ മകളെ പുറത്തുനിന്ന് അകത്തേക്ക് ചെല്ലുന്നു, അഥവാ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത് തന്നെ കുറേ പ്രോഗ്രാമുകൾ നിശ്ചയിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തീരുമാനിച്ചിട്ടാണ്. വാപ്പ പലതും അങ്ങനെ ചെയ്യരുതെന്നെങ്കിൽ പറഞ്ഞാൽ പോലും മകൾ ഈ പറയുന്ന പോലെ നല്ലൊരു ഗെയിമറാണ്. ഈ ഗെയിം മൊത്തം കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ പോയി, പക്ഷെ അതൊക്കെ നെഗറ്റീവായി തിരിച്ചടിച്ചു. അത്ര തന്നെ വിചാരിച്ചാൽ മതി. അപ്പം മകൾ ന്യായീകരിക്കാൻ വെള്ളപൂശ. പക്ഷേ ഇത് ഇപ്പം മകൾക്ക് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായിട്ടാണ് വന്നത്. തൻ്റെ സ്വന്തം പിതാവിന് അല്ലെങ്കിൽ സ്വന്തം ഫാമിലിക്ക് തന്നെ മകൾ ചെയ്യുന്നത് തെറ്റാണെന്നാണ് തോന്നണമെന്ന് സ്വന്തം വാപ്പ തന്നെ പറയുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പാർട്ടിയിൽ കുറേ കാര്യങ്ങൾ വാപ്പ പറയുന്നുണ്ട്. സെക്കൻഡ് പാർട്ടി ഞാൻ ചിലപ്പോൾ ചെയ്യില്ല. എന്നിരുന്നാൽ പോലും വീഡിയോ കാണുന്നവർ അഭിപ്രായപ്പെടുക, കമൻറ്റ് ചെയ്യുക. ബൈ.